അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെല്ലാവരും തിരക്കിട്ട ജീവിതത്തിനിടയിലാണ്. എന്നാൽ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു മഹത്തായ ഒരു സത്യമുണ്ട്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത മഹത്തായ ഒരു സത്യം. അതാണ് മൗത്ത്, മരണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അതിന് വെളുത്തവനെന്നോ കറുത്തവനെന്നോ അധികാരിയെന്നോ അധീനനെന്നോ കുട്ടിയെന്നോ പ്രായമുള്ളവനെന്നോ ഒരു വേർതിരിവും ഉണ്ടാവുകയില്ല. ഏത് സമയത്തും മരണം നമ്മളിലേക്ക് എത്തിച്ചേരാം. പറയുന്നുണ്ട്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് നിങ്ങൾ എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കണേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷത്തിലും അത് നമ്മളിലേക്ക് കടന്നു വരാം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എത്ര യുവാക്കളാണ്, അവർ കളിതമാശയിലാണ്, അവർ അറിയുന്നില്ല തൊട്ടടുത്ത ഷോപ്പിൽ അവർക്കുള്ള കഫം പുടവ റെഡി ആയിട്ടുണ്ട് എന്ന് അറിയുന്നില്ല. രണ്ട് മരണത്തെ കുറിച്ച് നമുക്കറിയാം. രണ്ടാമത്തെ മരണം ചീത്തയായ ഒരു മനുഷ്യന്റെ മരണമാണ്. ചീത്തയായ മനുഷ്യന്റെ ആത്മാവ് പിടിച്ചു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ 99-ാം ആയത്തിൽ പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദുൽ മൗത്ത്, അങ്ങനെ ഇരിക്കെ അവരിൽ ഒരാൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ ഖാല റബ്ബി ഇർജൂൻ, അല്ലാഹുവിനോട് പറയും, റബ്ബേ എന്നെ മടക്കി തരണേ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, ഞാൻ ഇട്ടേച്ചു പോയ നന്മകൾ ഞാൻ അല്ലാഹുവേ ചെയ്തു കൊള്ളാം റബ്ബേ എന്ന് അല്ലാഹുവിനോട് പറയും. അല്ലാഹു എന്നാ പറയുന്നത് വാക്കെന്താണെന്നറിയോ? അല്ലാഹു പറയുന്ന വാക്കെന്താണെന്നറിയോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അവന്റെ ഒരു വെറും വർത്തമാനം മാത്രമാണ്, അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ആ മരണം എത്ര കഷ്ടമായിരിക്കും, ആ മരണത്തിന്റെ അവസ്ഥ. സുഹൃത്തുക്കളെ, നന്നാവണം, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹനെ മനസ്സിലാക്കി പടച്ചവനിലേക്ക് കൈവർത്തി നമ്മൾ തൗബ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ മടങ്ങണം. നമ്മൾ ഇന്ന് മടങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? പലപ്പോഴും പല ആളുകളും പറയും നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ പല ആളുകളും ഇന്ന് ഖബറിനുള്ളിലാണ്. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയും അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും എന്താണോ നമ്മളോട് പറഞ്ഞത്, പഠിപ്പിച്ചത്, അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.